മരിച്ച അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രവർത്തിക്കുന്നതായി പരാതി. അതിഥി തൊഴിലാളികളുടെ ക്ഷേമ സംഘടന പരാതിയുമായി രംഗത്തെത്തി. സംഭവത്തിൽ ജീവനക്കാരനെ മാറ്റി നിർത്തി തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം തുടങ്ങി. തൃശൂർ കാട്ടൂരിൽ ജോലി ചെയ്തിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ അതിഥി തൊഴിലാളി കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. തൊഴിലുടമ മൃതദേഹം വിമാനം വഴി നാട്ടിലേക്ക് എത്തിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും NOC എടുത്ത് മരിച്ച അതിഥി തൊഴിലാളികളുടെ കുടുംബത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അയച്ചു. എന്നാൽ എംബാം ചെയ്യുന്നതിന് മൃതദേഹം കോൾഡ് സ്റ്റോറേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിട്ടുകൊടുത്തില്ല. ഡിജിറ്റൽ രേഖയും ഫോട്ടോ കോപ്പിയും നൽകി. എന്നാൽ ഒറിജിനൽ വേണമെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ. വിമാനത്താവളത്തിൽ നിന്നും ഒറിജിനൽ എത്തിച്ചു നൽകിയപ്പോൾ ജീവനക്കാരൻ വീണ്ടും തടസ്സങ്ങൾ പറഞ്ഞു. ഒടുവിൽ സംഘടനാ പ്രവർത്തകരെത്തി മെഡിക്കൽ കോളേജ് PROയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് മൃതദേഹം വിട്ടുകിട്ടിയത്. അപ്പോഴേക്കും 8 മണിക്കൂറോളം സമയം പാഴായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കാരണം മൃതദേഹം നാട്ടിലെത്തിക്കുന്ന സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി എന്നാണ് ആരോപണം. 1-ാം തീയതി അവിടെ ഉണ്ടായിരുന്ന കോൾഡ് സ്റ്റോറേജിലെ സൂക്ഷിപ്പുകാരനായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് NOC വേണമെന്നുള്ളൊരു പിടിവാശി നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം 6-7 മണിക്കൂറോളം അവിടെ ആ മൃതദേഹം അവിടെ തന്നെ വയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് ഒരു ദിവസം വൈകിയാണ് ആ മൃതദേഹം അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും നിങ്ങൾ എന്തിനാ ഇത്ര റിസ്ക് എടുക്കണേ, സ്വകാര്യ ഏജൻസികളുണ്ടല്ലോ, ആംബുലൻസ് ഉണ്ടല്ലോ, അവർ കൊണ്ടുവന്ന് വച്ചോളൂല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആണ് ഈ ഉടമസ്ഥനോട് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം വിട്ടു നൽകാൻ NOC കാണിക്കണമെന്ന നിബന്ധന ഇല്ലാതിരിക്കെയാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ പിടിവാശി. നിലവിൽ ആരോപണ വിധേയനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. തിങ്കളാഴ്ച ജീവനക്കാരന്റെ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം സംഘടന പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 തൃശൂർ.